ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് മാത് ജോലിക്കൊക്കെ പോയി ഇപ്പോൾ വീട്ടിൽ വന്നേക്കാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊന്ന് പോകണം. പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളിവിടെ പടക്കമൊക്കെ പൊട്ടിക്കും. അല്ലേ അത് പടക്കം പൊട്ടിക്കാൻ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ആടുന്ന്. ഇനി ഞാൻ ഒന്ന് വിഷ് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശംഖും വരുന്നുണ്ട്, ലൈക്ക് എൻ്റെ സിസ്റ്ററും വരുന്നുണ്ട്. ഉള്ള സിസ്റ്ററും വന്നിട്ട് നമ്മളൊന്ന് ചില്ല് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ചു. നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ പറയണം. അതെ. അത് എന്തായി, പായസം കുടിച്ചായിരുന്നാ? ഇല്ല, കുടിക്കണം. അതെന്താ കുടിക്കാത്ത? ജോലിക്ക് പോയിട്ട് അവിടെ നിന്നൊന്നും തന്നില്ലേടി നിനക്ക്? ഇന്ന് നിനക്ക് ജോലി വെച്ചാ വിഷു ആയിട്ട്? അതെന്താ ഓഫീസ് അങ്ങനെ? അത് എന്താ പറയാ, എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പറയും നമ്മൾ US കലണ്ടർ ആണ് ഫോളോ ചെയ്യണേ. എന്നാ US ആർക്ക് അവധി എളുപ്പം അവധി വരും. നോ, അപ്പൊ നമ്മൾ ഇന്ത്യൻ കലണ്ടർ ഫോളോ ചെയ്യണേ. അപ്പൊ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ നീ ഇന്ന് പായസം കുടിച്ചിട്ടില്ല, ബോളിയും കഴിച്ചിട്ടില്ല? നോ. എന്റെ വീട്ടിലുണ്ട്, തരാം, ഡോൺ വറി. നിന്റെ അച്ഛനമ്മയ്ക്കെ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. വിഷമമുണ്ടോ? അവരെല്ലാരും കഴിച്ചായിരുന്നു. വിഷമിക്കണ്ട, അത് പോട്ടെ. നമുക്ക് പോവാം. എന്താ സെഞ്ചു, നമ്മളിപ്പോ എവിടെയാ വന്നേക്കുന്നേ? നമ്മളിതേ കസിന്റെ വീട്ടിൽ വന്ന് ഏതൊരുണ്ട് കുഞ്ഞാപ്പി പൊട്ടിയ. ഓക്കെ, നമ്മളിതേ കസിന്റെ വീട്ടിൽ വന്നു. ഇനിയിപ്പോ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോയാൽ. ഏതൊരു ചിറ്റപ്പൻ ഒരു ഹായ് പറ. ഹായ് പറഞ്ഞില്ല, കാറി കയറിപ്പോയി. അപ്പൊ ഞാൻ എവിടെ നീ? ഞങ്ങളിതേ ഇവിടെ കസിന്റെ വീട്ടിൽ വന്നേക്കാം. അച്ഛനോട് ഇരിക്കുന്നുണ്ട്, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ചിറ്റന്റെ പായസം എടുക്കാൻ വേണ്ടി പോയേക്കാം. അല്ലേ മധു? മധുവിന് കൈനീട്ടം കിട്ടിയത്. നീ എന്ത് വേണം? അത് എനിക്കല്ലേ ചെലവ്? എനിക്കില്ല, നീ എനിക്ക് ചെലവ് ചെയ്യും. എന്താ കണ്ടോ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ പെരുമാറ്റം. മധു എന്ത് ചെയ്യാ? മധു മധു എന്ത് ചെയ്യാ? എത്രാമത്തെ ക്ലാസ്സിൽ കുടിക്കണേ? നീ എന്റെ വീട്ടിൽ വന്നിട്ട് കുടിക്കൂലേ പാലടാ? പാലട ബോളി. ഇപ്പത് സേമിയ പായസം. അതെ അതെ അതെ. മുണ്ടക്കൊടുത്ത കുട്ടപ്പനാക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോഴാണ് ഞങ്ങളെടുത്ത വിഷ്വലിലൊന്നും വോയിസ് ഇല്ല എന്നുള്ള കേസ് ലാസ്റ്റ് ഞങ്ങൾ അറിയുന്നത്. എനിവേസ്, ഞങ്ങളുടെ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ 1 വീക്കായിട്ട് നടക്കുന്ന ഉത്സവമാണ്. അതിലൊരു ഡേ ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ വാദ്യമേളമൊക്കെ കേൾക്കാനായിട്ട് പോയപ്പം ഇവിടെ ആനയുടെ പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു. തേവരാനയിച്ചുള്ള പ്രദക്ഷിണവും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി വൈബായിരുന്നു. ചെണ്ടമേളവും ഒക്കെ സൂപ്പർ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് മധുദേവി മധുര 500 ഇല്ല. അതെന്താ? ഇത് എന്റെ പൈസയോ? ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട്. അതെന്താ അതെന്താ അടയാത്ത? നിന്റെ പേഴ്സ് നീ കണ്ടുപോയാ നീ എന്നെ സംശയിക്കരുതിട്ടാ. ആദ്യം തന്നെ നിന്നെ സംശയിക്കാ. നീ അടിച്ചു മറ്റോ ചോദിക്കും. പടക്കം പൊട്ടിക്കണ്ടേ? ഗേൾസ് പേഴ്സ് അടയുന്നില്ല. പടക്കം പൊട്ടിക്കണ്ടേ? ആ വാ. മധു ശംഖു ശംഖു ബാ. മധു എവിടെ? നമ്മളെ പടക്കം എടുക്ക്. ഇത് പടക്കം സെറ്റ് നമ്പർ 1 ആണ്. സെറ്റ് നമ്പർ 2 എന്റെ വീട്ടിലുണ്ട്. അവിടെയും പോയി നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും. ഓക്കെ, സെറ്റ്. മധു എക്സൈറ്റഡ് ആണോ നീ? എടുക്ക്, സാധനം എടുക്ക്. എന്ത്? മൈക്കല്ല, പടക്കം. ശംഖു കത്തിക്കാൻ പോവാണ്. ഓൺ ശംഖു, ഞാൻ ലാസ്റ്റ് കത്തിക്കാം. നീ നോട്ട് അതില് തട്ടും. ഞങ്ങൾക്കും ഉണ്ടടാ. ശംഖു കത്തിച്ചേ. റിയോമൻ വരും, പക്ഷെ റിയോമനെ മൈൻഡ് ആക്കണ്ട. മാധു നീ ഫുള്ള് ഒരേ കളറായി പോയല്ലോ. സീൻ ഇങ്ങോട്ട് വാങ്ങിട്. ഓ മൈ ഗോഡ്, ഇതെന്താണ്? കഴിഞ്ഞ എവിടെ?
അവന്റെ തിരിച്ചിറങ്ങല ഇതാണോ സാധാരണ ചക്രമല്ല എന്ന് പറഞ്ഞേ? എടി നോക്കടി, അത് നിന്നു കറങ്ങി വീണ്ടും നിന്നു, ഇനി വീണ്ടും കറങ്ങുന്നോണത്. ഇത് ഊടായി പമ്പിത്തിരിയാന്നോണ്. നീ എന്തൊക്കെയായിരുന്നു വെറൈറ്റി കമ്പിത്തിരിയാണ്. ചക്രത്തിന്റെ അടുത്ത് തന്നെ പൊക്കോ, ഇനി അടുത്ത തിരിയല് തിരിയും. നീ ഇതെടുക്കണോട്ടാ. ഇതെവിടെ ഇതിന്റെ അത് ആരും പേടിക്കണ്ട. ഇനി ഇത് ഓപ്പോസിറ്റ് നടക്കും. അയ്യോ, അവൻ നമ്മളെ പറ്റിച്ചിട്ടാ. 4 വട്ടം കറങ്ങുന്നുണ്ട്, 3 വട്ടം ഈ സാധനം കറങ്ങണുള്ള. അയ്യേ, സഞ്ജു വിട്ടു കൊടുക്കുന്നില്ല. എന്താ സഞ്ജു പറയാനുള്ളത്? കത്തിക്കോ? യെസ്. ഓ ഫൈനലി. എന്താണ് അങ്ങനെ ഒരു ഇത്? എന്താ പണ്ടാറം ജസ്റ്റ് മിസ്സായിരുന്നു. അങ്ങനത്തെ എൻ്റെ വീട്ടിലെ പരിപാടികളൊക്കെ ഏറെക്കുറെ സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോ മധുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അടുത്ത പടക്കം പൊട്ടിക്കാൻ. പടക്കമൊക്കെ എന്തിയേ? അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അതെടുത്തിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ആക്ച്വലി ഡോഗ്സ് കുറച്ച് പാനിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ പരിപാടിയൊക്കെ ഇവിടെ നിന്ന് കത്തിക്കും. എവിടെ ഇടണത്? ആമയ്ക്ക് ഇഷ്ടമാണ്. ആമയ്ക്ക് കാണണ്ട. ഇങ്ങനെ പേടിക്കലടി. ഒരാള് കത്തിക്കണ കണ്ടൂടെ? ഇല്ല. മാറട്ടാ. ദേ എങ്ങനെ കത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതായിട്ടുണ്ടായിരുന്നു. വരൂല. കണ്ടാ 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 സാധനല്ല സഞ്ജു. അതെ. അയ്യോ ഇനി ഇങ്ങോട്ട് തിരിയാ. അയ്യോ ഇനി അങ്ങോട്ട് തിരിയാന്നൊക്കെ ഇങ്ങനെയാണ് തിരിയേണ്ടത്. കേട്ടാ കേട്ടാടാ കേട്ടറ കേട്ടറ കേട്ടറ. വീഡിയോയില് വരും. ഞാനാണ് എഡിറ്റർ. ഞാൻ കട്ട് ചെയ്യും. സഞ്ജു ഒന്ന് കത്തിക്കേ. ബാ. അങ്ങനെ നാളെ കത്തൂല മധു. ബാ. പേടിപ്പിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിഷു പരിപാടി, ഇന്നത്തെ അല്ല ഇക്കൊല്ലത്തെ വിഷു പരിപാടി ഇവിടെ അവസാനിച്ചു. അവിടെ ഫുൾ ബഹളം, ഡോഗ്സ് ഫുൾ കേക്കാലോ അല്ലേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അവരുടെ അവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മാത്രമല്ല, നമ്മള് പടക്കം മേടിച്ചില്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ ഈ ബഹളം. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് ബാധിക്കുന്ന കേസല്ലല്ലോ. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ. അതൊന്ന് കുറെ വിഷ് കിട്ടി. എനിക്ക് എന്താ ചെലവൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ തരില്ലേ? അപ്പൊ നിങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു? അപ്പം എല്ലാവർക്കും വിഷ് കഴിഞ്ഞിട്ട് കിട്ടി. എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ എൻഡ് ചെയ്യും. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ബൈ.